കർണാടക ചിത്രദുർഗയിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് സ്ലീപ്പർ ബസ്സിന് തീപിടിച്ച് 17 പേർ മരിച്ചു. ഹരിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗൊലാത്തൂരിൽ ദേശീയപാത 48-ലാണ് അപകടം. നിയന്ത്രണം തെറ്റിയ എതിർദിശയിൽ നിന്ന് മീഡിയൻ തകർത്തെത്തിയ ലോറി ബസ്സിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അക്ഷയ് ചേരുന്നുണ്ട്. അക്ഷയ്, വളരെ ദാരുണമായൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 17 പേരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും അഷിത, കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ ഗോർലത്തൂരിന് സമീപമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ദേശീയപാത 48-ൽ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. അതായത് ഒരു സ്വകാര്യ സ്ലീപ്പർ ബസ്സായിട്ടുള്ള സീ ബേർഡിലേക്ക് ഒരു കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡർ തകർത്ത് ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന 17 പേർ മരിച്ചു. 29 പേരാണ് ആകെ ബസ്സിലുണ്ടായിരുന്നത്. ഇതിൽ 17 പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഈ കണ്ടെയ്നർ ലോറി ബസ്സിലേക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്ന് ബസ്സിന്റെ ഡീസൽ ടാങ്കിന് തീ പിടിക്കുകയും തുടർന്ന് ബസ് മുഴുവനായും ഈ തീ വ്യാപിക്കുകയുമായിരുന്നു. വലിയ തോതിലുള്ള പുകയും തീയും ഉയരുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. തുടർന്ന് ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി ഈ ബസ്സിലെ തീ അണച്ച ശേഷമാണ് ഈ കത്തി മരിച്ച ആളുകളെയൊക്കെ പുറത്തെടുത്തത്. 17 പേർ മരിച്ചിട്ടുണ്ട്. നിരവധി പേരെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ ബസ് ഡ്രൈവറും അതോടൊപ്പം തന്നെ ബസ്സിലെ കണ്ടക്ടറും മറ്റു ചുരുക്കം ചില യാത്രക്കാരും ഒക്കെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ ബസ്സിൽ നിന്നും ഈ തീ പടരാൻ തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ ചാടി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ മറ്റ് യാത്രക്കാർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അവർ ബസ്സിൽ തന്നെ കത്തി അമരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മരിച്ചവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അപകടത്തിൽ ഈ ലോറി ഡ്രൈവർ അടക്കം മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും മരിച്ച ആളുകളുടെ വിശദാംശങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഇനിയും മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് അധികൃതർ പറയുന്നത്. പ്രധാനമായിട്ടും ഈ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഈ അപകടത്തിന് കാരണം എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് പോലീസ് നമുക്ക് നൽകുന്ന വിവരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അഷിത.